ഹലോ, ഇതിപ്പോൾ ഞങ്ങൾ കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ വീക്ക് അപ്പോഴത്തെ വ്ളോഗാണ്. പക്ഷേ വോയിസ് ഓവർ കൊടുക്കൽ ഇപ്പോഴാണെങ്കിൽ ചെറുതായിട്ടൊരു പനിയും തൊണ്ടവേദനയൊക്കെ ഉള്ള പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ 2-3 ദിവസമായിട്ട് ഫുൾ കടക്കൽ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഇത് ഞങ്ങൾ ഉമ്മാൻ്റെ ഒരു ഇളയപ്പാൻ്റെ വീട് കോഴിക്കോട് ഉണ്ടായിരുന്നു, അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 2 വണ്ടിയിലായിട്ടാണ് പോയിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റത്തെ വണ്ടിയിൽ കുറച്ച് തന്ത വൈബ് തള്ള വൈബ് അങ്ങനത്തെ കുറച്ച് ടീമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കയറിയപ്പോൾ ആ വണ്ടിയിൽ അത് പിന്നെ കുട്ടിക്കീഡംസും നമ്മളെ കൂടെയുള്ള ടീമൊക്കെ ബാക്കത്തെ വണ്ടിയിലായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാനും പിന്നെ അതിന് മാറി അതൊക്കെ അമ്മ വണ്ടിയിലിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ണിയപ്പം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഓൽക്കും കൊടുക്കാലോ എന്നൊക്കെ വിചാരിച്ചു ഞാൻ ഒരു സർപ്രൈസ് ആയിട്ട് ഒരു വാച്ചൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വേറെ ആർക്കുമല്ല, ഈ റെജില മാമിക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിയതായിരുന്നു. കാരണം കുറേ ആയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, ഒരു വാച്ച് വാങ്ങണം അങ്ങനെ ബാങ്കിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു വാങ്ങിയത്. അപ്പോൾ അതിന് മാച്ച് ആക്കിയിട്ട് ഒരു വാച്ച് വാങ്ങണം എന്ന് കുറേ കാലമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് അങ്ങനെ കിട്ടിയപ്പോൾ അത് ഞാൻ അങ്ങനെ മാമിക്ക് കൊടുത്തിട്ട് നല്ല ഭംഗി കേട്ടോ ആ വാച്ച് കാണാൻ. അതേപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു വാച്ചായിരുന്നു. അത് കാണാൻ നല്ല ഭംഗിയുണ്ട്, ഇട്ടാലൊക്കെ നല്ല ഭംഗിയാണ്. ശിക്കാത്തൊരു വാച്ച് കൊടുത്തപ്പോൾ ആള് നല്ല ഹാപ്പി ആയിട്ടൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ബാങ്കിൾക്ക് ഒരു സെറ്റാക്കി വാങ്ങിയ ബാങ്കിളാണ്, അതിക്ക് നല്ല മാച്ച് ആയിട്ട് പോകണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ തന്നെ അവിടെ ഈ ഡബിൾ ബെഡ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 3 ആളും വേഗം അതിൽ കയറിയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് എന്തൊക്കെയാ വർത്താനം ഫുഡ് കഴിക്കുന്ന അടുത്ത് വന്ന് നോക്കിയപ്പോൾ ഫുൾ കോഴിക്കോട് സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. കല്ലുമ്മക്കായ, അതേപോലെ നല്ല ആവോലി ബിരിയാണിയോ അല്ല നെയ്മീൻ ബിരിയാണിയാണ്, അങ്ങനെ എന്തോ ഒരു അടിപൊളി ബിരിയാണി. ഈ കോഴിക്കോട് ഫുഡ് അടിപൊളിയാണ്. നമ്മളിപ്പോൾ എവിടെയാണ്? ബീച്ചിലാണ് ഗൈസ്, കോഴിക്കോട് ബീച്ച്. അങ്ങനെ പിന്നെ ഫുഡ് അടി മുറക്കൊക്കെ കഴിഞ്ഞ് എല്ലാവരും പാടെ വൈകുന്നേരം ആയപ്പോൾ ബീച്ചിക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ബീച്ചിൽ എന്താ വലിയ കാര്യമായിട്ടൊന്നുമില്ല, ഭയങ്കര വെയിലുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം ഇറങ്ങിയ സൈഡിൽ വലിയ വൃത്തിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് ഏത് സൈഡാണെന്നൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല, പക്ഷെ അവിടെ വലിയ വൃത്തിയൊന്നും ഇപ്പം എല്ലാവർക്കും കടലൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചത് നല്ല അടിപൊളി ടേസ്റ്റുള്ള കടയിലായിരുന്നു. ഇതാണെങ്കിൽ തണുത്തിട്ട് ഒരുമാതിരി ചൂടൊക്കെ അറിയിട്ട് വലിയ ടേസ്റ്റ്. പിന്നെ അവിടെ വലിയ വൃത്തിയില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പാടെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ മെയിൻ എൻട്രൻസ് ഇല്ല, ആ സ്റ്റാർബക്സിന്റെ ഒക്കെ അവിടെ ആയിട്ട് പിന്നെ എല്ലാവരും പാടെ അങ്ങനെയാണെങ്കിൽ എല്ലാ മൂടും പോയിട്ടുണ്ടായിരുന്നു, കാരണം ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ മാമിയുള്ള ഐസ്ക്രീമൊക്കെ വാങ്ങി തന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ഐസ്ക്രീമാണ് ഗൈസ് എനിക്ക് പനി വരാനുള്ള. അങ്ങനെ പിന്നെ അവിടെ കുറേ നേരം ഇരുന്നതിന് ശേഷം ചായ കുടിക്കാൻ വേണ്ടി തക്കാരത്തിൽ പോവാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടൊന്ന് പോയിട്ട് അവിടുത്തെ ചായ അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ച് കടുപ്പുള്ളതുകൊണ്ട് തന്നെ ഞാൻ എന്താക്കി അതിന് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടോ കുടിച്ചിട്ടുണ്ട്. സൺസെറ്റ് കാണാൻ വേണ്ടി ഇരുന്നതാണെങ്കിലും സണ്ണ് ഞങ്ങളെ കാണാതെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മള് കോഴിക്കോട് നിന്ന് പോവാണ് ഗൈസ് അല്ലേ. നമ്മൾ എങ്ങോട്ടാ വന്നിരുന്നത്? ബീച്ചിക്ക് വന്നു. ഇപ്പം നമ്മൾ എവിടെ ഇരുന്നു? തക്കാരത്തിൽ ചായ ഒക്കെ കുടിച്ചു. ഞങ്ങള് ഇവിടുന്ന് നാട്ടിലേക്ക് പോവാണ്. അങ്ങനെ പിന്നെ നമ്മള് വണ്ടിയിലൊക്കെ കയറി ഒക്കെ സെറ്റായിട്ടോ. പിന്നെ എല്ലാവർക്കും ഒരു ക്ഷീണമായിരുന്നു. കുറച്ച് ആൾക്കാർ കടന്നുറങ്ങി, കുറച്ച് ആൾക്കാർ ഇരുന്നുറങ്ങി, അങ്ങനെയൊക്കെ ആയിരുന്നു. ഈ സാറൊക്കെ 2-3 ഉറക്കം കഴിഞ്ഞിട്ടാണ് അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ എവിടെയാണ്? ഫുഡ് കഴിക്കാൻ വന്നിട്ടാണ് ഗൈസ്. സാർ നമ്മളെന്ത് കഴിക്കണത്? ബ്രോസ്റ്റ്, അൽഫാം അതൊക്കെയാണ് ഞങ്ങൾ കഴിക്കണം ഗൈസ്. ഈ ഹോട്ടലിൻ്റെ ഫുഡ് ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഒരുവിധം പെരുന്നമണ്ണത്തെ എല്ലാതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇത് മാത്രം കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല, പക്ഷേ നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അതായത് ഞങ്ങൾ ഓർഡർ ചെയ്തിരുന്നത് ഒരു ബുഹാരി റൈസോ അങ്ങനെ എന്തോ ആയിരുന്നു. പിന്നെ അൽഫാം, ബ്രോസ്റ്റ് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അതും ഫുൾ ഒരു അറബിക് ടേസ്റ്റ് ഉള്ളൊരു സംഭവങ്ങളൊക്കെ. ഇത് കഴിച്ചപ്പോൾ തോന്നിയത് സൗദിയിലൊക്കെ ഫുഡ് ഇതേപോലത്തെ ടേസ്റ്റ് ഒക്കെയാണ് കേട്ടോ. അപ്പം ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ചെറിയൊരു വ്ളോഗാട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.